ഹായ് കൂട്ടുകാരെ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ലാലേട്ടൻ്റെ ഒരു റിസർട്ട് അല്ലെങ്കിൽ പുഡിംഗ് എന്നൊക്കെ പറയാം. നല്ല ടേസ്റ്റായിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാവേ. 3 ഏത്തക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ 3 ഏത്തക്കയുടെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് വട്ടത്തിൽ ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കാം. നിങ്ങൾ പലരും ഇത് ഉണ്ടാക്കി കാണും. ഉണ്ടാക്കിയവരൊക്കെ ഇതൊന്ന് കണ്ടിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണം. ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കുക ഏത്തയ്ക്ക. ഉണ്ടോ? പെട്ടെന്ന് ഒത്തിരി സമയമൊന്നും വേണ്ട നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയത്. ഇതുപോലെ വട്ടത്തിലിടും. അത് മൊത്തം ഒന്ന് അരിയട്ടെ. ഇത് മൊത്തം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതുപോലൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് നെയ്യ് ഒഴിക്കണം. ആദ്യമേ ഈ പാനിലേക്ക് ഇപ്പം നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാവേ. നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ ഓരോ ഏത്തക്കായ ഒഴിച്ചിട്ട് നമുക്ക് തിരിച്ചു മറിച്ച് വിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് ചെയ്യണേ. വലിയ നിരന്ന പാനാണെങ്കിൽ മൊത്തത്തോടെ ഇടാം. ഇതിപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ചെയ്യുന്നത്. ഒരു വശം ഒന്ന് ഫ്രൈ ആകുമ്പോൾ കരിഞ്ഞു പോകാതെ ഫ്രൈ ആകുമ്പോൾ തിരിച്ചിടാം. നമുക്കിപ്പോൾ ഓരോന്നോരോന്നിങ്ങനെ തിരിച്ചിട്ട് തിരിച്ചു മറിച്ചോട്ട് ഇങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ ഏത്തക്കായും കൊണ്ടും ചെയ്യാം കേട്ടോ. ഇപ്പം ഞാനതിൽ 2.5 ഏത്തക്ക എടുത്തിട്ടുണ്ട്. ഓരോ വീട്ടിൽ എത്ര പേരുണ്ട് അതനുസരിച്ച് നമുക്ക് ഓരോ ഏത്തക്ക എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്കോ അല്ലെങ്കിൽ കഷ്ടിച്ച് 2 പേർക്ക് കഴിക്കും. ഇപ്പം എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. ഇങ്ങനെ വശം ഒന്ന് ഫ്രൈ ആകട്ടെ. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്തിട്ട് മറ്റതും കൂടെ ഇടാം. ഇച്ചിരിയും കൂടെ ഉണ്ട്, അതുകൂടി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതായത് മൊത്തത്തിൽ ഫ്രൈ ചെയ്തിട്ട് കാണിക്കാം. അങ്ങനെ പാൻ മാറ്റി വേറൊരു പാൻ വെച്ചാൽ അത് ചെറുതായിരുന്നു. അപ്പം ഇനി ഇതിലേക്ക് ഇപ്പം തീ കത്തിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 2 സ്പൂൺ ശർക്കര പൊടിയാണ് ചേർക്കേണ്ടത്. പൊടിഞ്ഞ ശർക്കരയുടെ പൊടി. ഓരോരുത്തരും എടുക്കുന്ന ഏത്തക്കയുടെ അനുസരിച്ച് വേണം കേട്ടോ. ശർക്കര ഇട്ട് കഴിഞ്ഞ ശേഷം 2-3 സ്പൂണ് തേങ്ങായും കൂടി ഇടാവേ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഇതൊരു പ്ലേറ്റിലേക്ക് ഇടുക, മേളിലേക്ക് ഐസ്ക്രീം ചേർക്കുക, എന്നിട്ട് കഴിക്കുക. നല്ല ടേസ്റ്റാണ് ഇത് കേട്ടോ. ശർക്കരയും തേങ്ങായും ഏത്തയ്ക്ക നെയ്ക്കകത്ത് ഫ്രൈ ചെയ്തതും നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് ലാലേട്ടൻ അതിനകത്ത് റമ്മൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത്. നമ്മൾ റമ്മൊന്നും ഉപയോഗിക്കുന്നില്ല, ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത്. ഇത് വാങ്ങാം. ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റുവാണിത്. ഇതിപ്പം ഇതിന്റെ മേളിലോട്ട് ഐസ്ക്രീം ഇട്ടിട്ടും കഴിക്കാം. ഇത് ചുമ്മായും കഴിക്കാം കേട്ടോ. ചുമ്മാതെയും കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കേട്ടോ. ഇതല്ല ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ചെയ്തെന്ന്. അപ്പം നമുക്ക് ഇതിന് മേളിലോട്ട് ഐസ്ക്രീം ഇട്ടിട്ട് കാണിക്കാം നിങ്ങളെ. കൂട്ടുകാരെ, ഇവിടെ ഐസ്ക്രീം മേടിച്ചത് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇട്ടിട്ട്. ഇല്ലെങ്കിലും ഇങ്ങനെ ഐസ്ക്രീം കൂട്ടി തിന്നുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ പിള്ളേർക്കൊന്ന് കൊടുക്കുവോ, വലിയവർക്ക്, പിള്ളേർക്ക് തന്നെയല്ല വലിയവർക്കും കഴിക്കണം കേട്ടോ. പിള്ളേർ തന്നെ കഴിച്ചാൽ പോലല്ലോ, വലിയവരും ഇതൊക്കെ കഴിക്കണമല്ലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഇങ്ങനെ ഈ ഐസ്ക്രീമും ഈ ഏത്തക്ക, ഇത് ശർക്കരയും തേങ്ങയും കൂടി ഇങ്ങനെ ഇട്ടേക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് ഇത്. ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ കാണാൻ. ടാറ്റാ.